ഹായ് ഒരു നമസ്കാരം. ബില്ലിനസ് മൈൻഡ് സെറ്റ് മെഡിറ്റേഷനിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഒരുപാട് സന്തോഷം, ഒരുപാട് സമാധാനം, ഒരുപാട് റിച്ച്നെസ്, ആരോഗ്യം, ഫേമസ് എല്ലാം അടങ്ങിയ ഒരു ഓൾ ഇൻ വൺ മെഡിറ്റേഷനാണ് എസ്പെഷ്യലി ബിസിനസ് ഓണേഴ്സ്. ആദ്യമായി നമ്മൾ ഇരിക്കുന്നിടം വളരെ വൃത്തിയുള്ള ഇടത്തിരിക്കുക. സ്റ്റൂളിലാണെങ്കിലും കസേരയിലാണെങ്കിലും ഈവൻ നിലത്താണെങ്കിലും നട്ടെല്ല് നിവർത്തിക്കൊണ്ടിരിക്കുക. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്ത ഒന്നും, ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും നമ്മുടെ അടുത്തില്ല എന്ന് ഉറപ്പുവരുത്തുക. വളരെ സീരിയസ് ആയി ഈ ഒരു മെഡിറ്റേഷൻ നമ്മൾ ഫോളോ ചെയ്യാം. അപ്പോൾ ഇരിക്കുന്നിടത്ത് നട്ടെല്ല് നിവർത്തി ഇരു കൈകളും നമ്മുടെ കാലിൻ്റെ മുകളിൽ, മുകളിലായി റിസീവിങ് മോഡിൽ തുറന്നു വെച്ച്, അതല്ലെങ്കിൽ ചിന്മുദ്രയിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുദ്രയിലോ ഇരിക്കാം അറിയാവുന്നവർക്ക്, അതല്ലെങ്കിൽ കൈ തുറന്നു വെച്ചിരിക്കാം. നമ്മുടെ കണ്ണുകൾ, ഇരു കണ്ണുകളും മെല്ലെ അടയ്ക്കാം. ഇരു കണ്ണുകളും അടച്ച് നമ്മുടെ ശ്രദ്ധയെ ശ്വാസഗതിയിലേക്ക് കൊണ്ടുപോകാം. ശ്വാസം അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് വരുന്നതുമായി ആ ഒരു മൊമെന്റിനെ നമുക്ക് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ദീർഘമായ ഒരു ശ്വാസം എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇനി വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. വീണ്ടും ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഒന്ന് ദീർഘമായൊരു ശ്വാസം എടുക്കാം. എന്നിട്ട് ഹോൾഡ് ചെയ്യാം. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടും. വീണ്ടും ടേക്ക് എ ഡീപ് ബ്രീത്ത്. ദീർഘമായൊരു ശ്വാസം എടുക്കാം. ഹോൾഡ് ചെയ്യാം. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. ഇനി സ്വാഭാവികമായ നമ്മുടെ ശ്വാസഗതിയിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. വളരെ റിലാക്സ് ആയിരിക്കുക. ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരം മുഴുവൻ വളരെ റിലാക്സ് ആയിരിക്കുന്നു. റിലാക്സ് ആയിക്കൊണ്ടേയിരിക്കുന്നു. തല മുതൽ കാൽപാദം വരെ എല്ലാ ഭാഗങ്ങളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ തലക്ക് മുകളിലുള്ള നമ്മുടെ രോമം, ചെവി, നെറ്റി, കണ്ണ്, മൂക്ക്, എല്ലാ അവയവങ്ങളും വളരെ റിലാക്സ് ആയിരിക്കുന്നു. ഓരോ രോമങ്ങളും റിലാക്സ് ആയിരിക്കുന്നു. നമ്മുടെ ഷോൾഡേഴ്സ് റിലാക്സ് ആയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന് അരക്ക് മുകളിലുള്ള എല്ലാ ഭാഗങ്ങളും വളരെയധികം റിലാക്സ് ആയിരിക്കുന്നു. അരക്ക് താഴെ റിലാക്സ് ആയിരിക്കുന്നു. കാൽമുട്ടിന് താഴെയും വളരെയധികം റിലാക്സ് ആയിരിക്കുന്നു. ഇരുപാദങ്ങളും വളരെയധികം റിലാക്സ് ആയിരിക്കുന്നു. വീണ്ടും നമ്മുടെ ശ്വാസഗതിയിലേക്ക് മാത്രം ശ്വാസത്തെ കൊണ്ടുവരാം. ആ ശ്രദ്ധയെ കൊണ്ടുവരാം. ശ്വാസം അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും മാത്രം ശ്രദ്ധിക്കാം. നമ്മുടെ ശരീരവും മനസ്സും വളരെയധികം റിലാക്സായി ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. നമുക്കിനി ഫൊർഗീവ്നെസ്, മാപ്പ് കൊടുക്കുക. ജീവിത വിജയത്തിനായി നമുക്ക് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ബ്ലോക്കുകളിൽ ഒന്നാണ് ഫൊർഗീവ്നെസ്. നമുക്ക് മറ്റാരോടെങ്കിലുമുള്ള ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, അതേപോലെ മറ്റുള്ളവർക്ക് നമ്മളോടുള്ളത്, ഇത് രണ്ടിനെയും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇല്ലാണ്ടാക്കുകയാണ്. ആദ്യമായി നമ്മൾ പ്രപഞ്ചനാഥനോട്, നമ്മുടെ സൃഷ്ടാവിനോട് മനസ്സറിഞ്ഞ് നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും
പരസ്യവും അറിഞ്ഞും അറിയാതെയും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും മനസ്സറിഞ്ഞ് ഫീൽ ചെയ്ത് മാപ്പ് ചോദിക്കുന്നു. എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരുടെയെങ്കിലും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ശരീരത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, കൊളീഗ്സ് ആവട്ടെ, ആരുമാവട്ടെ, എല്ലാവരോടും മാപ്പ് ചോദിച്ചിരുന്നു. നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഫേസ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ആ ഫേസിനെ മുൻനിർത്തി, മനസ്സറിഞ്ഞ് ആ വ്യക്തിയെ മുൻനിർത്തി നമുക്ക് മാപ്പ് ചോദിച്ചിരിക്കുന്നു. അവർ നമുക്ക് മാപ്പ് തന്നിരിക്കുന്നു. നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകളും എല്ലാവരും നമുക്ക് പുറത്തു തന്നിരിക്കുന്നു. നമ്മൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷവാനാണ്, സന്തോഷവതിയാണ്, വളരെ റിലാക്സായി നമുക്കിനി മാപ്പ് കൊടുക്കാം. അറിഞ്ഞോ അറിയാതെയോ നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ശരീരത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മൾ ഈ ഒരു അവസരത്തിൽ മാപ്പ് കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മാപ്പ് കൊടുക്കാൻ കഴിയില്ല എന്നുദ്ദേശിച്ചവർക്ക് പോലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ജീവിത വിജയത്തിനായി, നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേരുടെ ജീവിത വിജയത്തിനായി ആ ഒരു ബ്ലോക്കിനെ നമ്മൾ ഈ ഒരു അവസരത്തിൽ നീക്കുന്നു. അവർക്കും നമ്മൾ മാപ്പ് കൊടുക്കുന്നു. നമുക്ക് ആരോടും ദേഷ്യമില്ല, നമുക്ക് ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല. എല്ലാവരോടും സ്നേഹം മാത്രം, സന്തോഷം മാത്രം. എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവരും ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലെത്തട്ടെ എന്ന ഒരു തീരുമാനം മാത്രം. താങ്ക് യു. ഇന്ന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് വരാം. നന്ദി. ജീവിതത്തിൽ നമ്മളെന്ന വ്യക്തി ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയ ലോകത്ത്, ഇത്രയും വലിയ രാജ്യത്ത് നമ്മളെന്ന വ്യക്തിക്ക് സർവ്വ ആരോഗ്യങ്ങളും തന്ന് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് ആദ്യം നന്ദി പറയാം. ആ പ്രപഞ്ച ശക്തിക്ക് നമ്മൾ എന്ത് പേരിട്ടാണോ വിളിക്കുന്നത്, ആ ശക്തിക്ക് ആദ്യമായി മനസ്സറിഞ്ഞ് താങ്ക് യു നന്ദി പറയാം. നമുക്ക് ഇത്രയും നല്ല ശരീരം തന്നു. ശരീരത്തിലെ ഓരോ അവയവത്തിനും എത്ര കോടി കൊടുത്താലും വിലമതിക്കാനാവാത്ത അവയവങ്ങൾ തന്നതിന്, നല്ല സന്തോഷമായ ജീവിതം തന്നുകൊണ്ടിരിക്കുന്നതിന്, എല്ലാത്തിനും നമുക്ക് സൃഷ്ടാവിനോട് നന്ദി. നമ്മുടെ മാതാപിതാക്കളോട് നന്ദി പറയാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് നന്ദി പറയാം. സഹോദരി സഹോദരന്മാരോട് നന്ദി. സുഹൃത്തുക്കളോട് നന്ദി. കുടുംബാംഗങ്ങളോട് നന്ദി. നമ്മളെ സഹായിച്ചവരോട് നന്ദി. നമുക്ക് വഴി കാണിച്ചു തന്നവർക്ക് നന്ദി. നമ്മുടെ ഗുരുക്കന്മാർക്ക് നന്ദി. അറിവ് പകർന്നു തന്നവർക്ക് നന്ദി. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നന്ദി. ഓരോ അവയവങ്ങൾക്കും, അതും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് സസ്യ ജീവജാലങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. ഇവയെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ തന്നും ഫലങ്ങൾ തന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, സന്തോഷിപ്പിക്കുന്നുണ്ട്. എല്ലാറ്റിനും നന്ദി, നന്ദി, നന്ദി. മനസ്സറിഞ്ഞ് നന്ദി, ഫീൽ ചെയ്തുകൊണ്ട് നന്ദി, നന്ദി, നന്ദി. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ജന്തു മൃഗാദികളുണ്ട്. എല്ലാറ്റിനും നന്ദി, നന്ദി, നന്ദി. ഈ യൂണിവേഴ്സിൽ എല്ലാറ്റിനും അതിൻ്റേതായ കർമ്മങ്ങളുണ്ട്. അതിൻ്റേതായ കർമ്മങ്ങൾ അവർ നിർവഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ജീവിക്കാൻ വളരെ സന്തോഷം തരുന്ന ഒരുപാട് ജന്തുക്കളുണ്ട്, സസ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്. എല്ലാത്തിനും നന്ദി, നന്ദി, നന്ദി. ഈ യൂണിവേഴ്സിലെ സകലതിനും നന്ദി.
നമ്മളെ കളിയാക്കിയവരുണ്ട്, നമ്മളെ ബുദ്ധിമുട്ടിച്ചവരുണ്ട്, നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നമ്മളില്ലാത്ത സമയത്തും നമ്മളെ പഴിചാരിയവരുണ്ട്, നമ്മളെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചവരുണ്ട്. അവർക്ക് പോലും ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ് നന്ദി പറയുന്നു. നന്ദി. ആരോടും നമുക്ക് ദേഷ്യമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറഞ്ഞു വീണ്ടും നമ്മുടെ ശ്വാസഗതിയിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ശ്വാസം അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്വപ്നം, ഡ്രീം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ജീവിതത്തിൽ ബിസിനസ് ചെയ്ത് സ്കില്ല് കൂട്ടി ഒരുപാട് പേരുടെ ലൈഫിനെ മാറ്റിമറിച്ച് വലിയൊരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തുന്ന ആ ഒരു മൊമെൻറ്റിലേക്ക് നമ്മുടെ വിഷ്വലൈസേഷനെ കൊണ്ടുവരാം. ഒരു വിഷ്വൽ ഇമേജിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനും നിങ്ങളും ഒരുമിച്ചുള്ള, നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള ഒരു മെഗാ ഇവൻറ്റ്, നമ്മുടെ പ്രോഗ്രാം ഓക്സിനോ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഒരു മെഗാ ഇവൻറ്റ്. ആ ഒരു മെഗാ ഇവൻറ്റിൽ, ഒരു മെഗാ പ്രോഗ്രാമിൽ നമ്മളൊരു അച്ചീവറായി ഒരുപാട് പേരുടെ ലൈഫിനെ മാറ്റിമറിച്ച് ഒരുപാട് പേർക്ക് ഇൻസ്പയർഡായി നമ്മൾ മാറിയിരിക്കുന്നു. ആ ഒരു മൊമെൻറ്റിനെ ഈ ഒരു സമയത്തേക്ക് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ ഒരു മെഗാ ഇവൻറ്റിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് വലിയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിൻ്റേതായ ആൾക്കൂട്ടമുണ്ട്, LED സ്ക്രീനുകളുണ്ട്. ഈ സമയത്ത് മാസ്റ്റർ ഓഫ് സെറിമണി കൈകാര്യം ചെയ്യുന്ന ആ വ്യക്തി നമ്മളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പേര് പറഞ്ഞ് വളരെ ഊർജത്തോടു കൂടി നമ്മളെ ക്ഷണിക്കുന്ന സമയത്ത് ഏറ്റവും പുറകിൽ നിന്ന്, നമ്മൾ ദൂരത്ത് നിന്ന് ഈ ഒരു വിളി കേൾക്കുന്നു. വാദ്യമേളങ്ങളോടുകൂടി, നിറ കയ്യടിയോടുകൂടി ഒരുപാട് പേര് ആർപ്പ് വിളിച്ച് നമ്മൾ സ്റ്റേജിലേക്ക് നടന്നു വരികയാണ്. നടന്ന് വരുന്ന സമയത്ത് ഒരുപാട് പേര് നമുക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കൈ തരാൻ വേണ്ടി, സെൽഫി എടുക്കാൻ വേണ്ടി, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. ആ ഒരു മൊമെൻറ്റിനെ എൻ്റെ മൈൻഡിലേക്ക് വിഷ്വൽ ഇമേജായി കൊണ്ടുവരാം. നമ്മൾ നടന്ന് നീങ്ങുന്നു, നടന്ന് ഒരുപാട് പേര് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത്, കൈ കൊടുത്ത്, പൂക്കൾ വിതറി നമ്മൾ സ്റ്റേജിലേക്ക് നടന്ന് നീങ്ങും. സ്റ്റേജിലേക്ക് നടന്ന് നീങ്ങുന്ന സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെയുണ്ട്, നമുക്ക് പ്രിയപ്പെട്ട ലീഡേഴ്സ് അവിടെയുണ്ട്. എല്ലാവർക്കും കൈ കൊടുത്ത് ചിലരെ നമ്മൾ ഹഗ് ചെയ്യും. നേരെ സ്റ്റേജിലേക്ക് സ്റ്റെപ്പ് കയറി സ്റ്റേജിലെത്തിയ ശേഷം കമ്പനിയുടെ ഫൗണ്ടർ അവിടെയുണ്ട്, നമുക്കിഷ്ടപ്പെട്ട ലീഡേഴ്സ് അവിടെയുണ്ട്. അവരിൽ നിന്നും ഫൗണ്ടറിൽ നിന്നും നമുക്ക് ഒരു മൊമെൻറ്റോ കിട്ടുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ആ മൊമെൻറ്റോ വാങ്ങുന്ന സമയത്ത് സ്റ്റേജ് മുഴുവൻ നമ്മുടെ ഫാമിലി അടക്കം നമ്മളോട് വളരെ ഹാപ്പിയോടുകൂടി കൈയടിക്കുകയാണ്. ആ സ്റ്റേജിൽ നമുക്കൊരു പൊന്നാട അണിയിക്കുകയാണ്. അതിനുശേഷം മാസ്റ്റർ ഓഫ് സെറിമണി കൈകാര്യം ചെയ്യുന്ന വ്യക്തി നമ്മളിലേക്ക് മൈക്കിനെ കൈമാറും. മൈക്ക് നമുക്ക് കൈ കിട്ടിയ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റുവാങ്ങി ആ സ്റ്റേജിൽ മൊത്തം ഇളക്കി മറിച്ചുകൊണ്ട് തൻ്റെ എക്സ്പീരിയൻസ്, എവിടെ നിന്ന് നമ്മൾ വന്നു, ഈ ഒരു സമയം കൊണ്ട് എവിടെ എത്തി നിൽക്കുന്നു, എത്രമാത്രം ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു, എത്രമാത്രം ആളുകളുടെ ലൈഫിലെ ഹെൽത്തിനെ ബെറ്ററാക്കി, എത്രമാത്രം ആളുകളുടെ ലൈഫിലെ റിച്ച്നെസ്സിനെ ബെറ്ററാക്കി, എത്രമാത്രം ആളുകളുടെ ഹാപ്പിനെസ്സിനെ ബെറ്ററാക്കി, ഒരുപാട് പേര് ലൈഫിനെ മാറ്റിമറിച്ച് സന്തോഷത്തോടു കൂടി നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് നമുക്ക് വേണ്ടി കൈയടിക്കുന്നു, സന്തോഷത്തോടു കൂടി കൈയടിക്കുന്നു. വളരെ സ്നേഹപൂർവ്വം എല്ലാവരെയും വിഷ് ചെയ്ത് നന്ദി പറഞ്ഞ് സ്റ്റേജിൽ നിന്നും നമ്മൾ താഴെ ഇറങ്ങി. ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ഷെയറിങ്ങുകൾ, പ്രോഗ്രാമുകൾ, ഒരുപാട്
പ്രോഗ്രാംസ് കണ്ട് പ്രോഗ്രാം കഴിയുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഒരുപാട് പേര് അടുത്ത് വന്ന് സെൽഫി എടുക്കുന്നു, ഓട്ടോഗ്രാഫ് വാങ്ങുന്നു, ഫോട്ടോ എടുക്കുന്നു. കാരണം ഇന്ന് നമ്മൾ ഒരു സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞു. വർഷങ്ങളുടെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ്. ഈ എഫേർട്ട് എവിടെ നിന്ന് വന്നു, എവിടെ നമ്മൾ എത്തി എന്നതിൻ്റെ കറക്റ്റ് പിക്ചർ അത് നമുക്ക് മാത്രമേ അറിയൂ. വർഷങ്ങളെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് അച്ചീവർ ആയതിൻ്റെ സന്തോഷം നമുക്കും നമ്മുടെ ഫാമിലിക്കുമുണ്ട്, നമ്മുടെ ടീം അംഗങ്ങൾക്കുമുണ്ട്. വളരെ സ്നേഹപൂർവ്വം എല്ലാവരെയും കൈകൊടുത്ത് ഹാപ്പിയാക്കി, അവർക്ക് ഇൻസ്പയർഡാക്കി നമ്മൾ പുറത്തേക്ക് വരികയാണ് വിത്ത് ഫാമിലി. പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലക്ഷറി കാർ പുറത്ത് കിടക്കുന്നുണ്ട്. ഒരുപാട് ലക്ഷറി കാർസ് ഉണ്ട്. ആ കാഴ്ചകളിൽ എൻ്റെ ലക്ഷറി കാർ, ഞാൻ സ്വപ്നം കണ്ട കാർ, അത് ഏത് ബ്രാൻഡ്, ഏത് കളർ എന്നുള്ളത് നമുക്കേ അറിയാം. നേരെ നമ്മൾ പുറത്തെത്തി. ആ കാറിൻ്റെ കീ ജസ്റ്റ് ഒന്ന് നെക്കിയ സമയത്ത് നമ്മുടെ കാർ കണ്ണടിച്ച് കാണിച്ചു. നേരെ കാറിനടുത്തെത്തി. നമ്മുടെ മൊമെൻറ്റോസ് എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിലുണ്ട്. അവരത് ഡിക്കിയിലേക്ക് വെച്ചു. നേരെ ഫാമിലി മെമ്പേഴ്സിനെ അകത്തേക്ക് കയറ്റി ഡോർ ഓപ്പൺ ആക്കി, ഡോർ ക്ലോസ് ചെയ്തു. അകത്തേക്ക് അവർ കയറി. നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സ്, നമ്മുടെ ഫാൻസ്, അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ കോ പാർട്ട്നേഴ്സ് എല്ലാവർക്കും കൈ കൊടുത്ത് എല്ലാവർക്കും വിഷ് ചെയ്ത് നമ്മുടെ ലക്ഷറി കാറിനകത്തേക്ക് കയറി. കാർ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ശബ്ദം നമ്മൾ അറിയുന്നു. ആ കാറിനുള്ളിലെ സ്മെൽ നമ്മൾ ഫീൽ ചെയ്യുന്നു. ആ കാറിൻ്റെ ഇൻറ്റീരിയറിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ കണ്ണോടിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഫീൽ ചെയ്തുകൊണ്ട്, നമ്മുടെ ഫാമിലിയുടെ ഹാപ്പിനെസ് കേട്ടുകൊണ്ട് നമ്മൾ കാറ് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് ഗിയറെല്ലാം ഷിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ കാറിൻ്റെ ബ്യൂട്ടി കണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആസ് എ ലീഡർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, നമുക്ക് വിഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നു. പ്രോഗ്രാം ഹാളിൻ്റെ ആ പ്രോഗ്രാം ഈവൻ്റ് നടക്കുന്ന സ്ഥലത്തിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തെത്തി റോഡിലേക്ക് ഇറങ്ങി. നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായി ഒന്ന് കറങ്ങി നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ സ്വപ്ന ഭവനം, വർഷങ്ങൾ കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്ത നമ്മുടെ സ്വപ്ന ഭവനം, ആ ഒരു ഡ്രീം ഹോമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മറ്റു വാഹനങ്ങളും നമ്മുടെ കാർ പോർച്ചിൽ കിടക്കുന്നു. അത്രയും വലിയ സ്ഥലത്ത് ഒരു സൂപ്പർ വീട് നമ്മൾ കെട്ടിപ്പടുക്കിയിട്ടുണ്ട്. നേരെ നമ്മുടെ കാർ പോർച്ചിലേക്ക്, കാലിയായി കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വണ്ടിയെ സൈഡാക്കുന്നു. വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം നേരെ നമ്മുടെ മൊമെൻറ്റോ എടുത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂട്ടി ഡോറുകളെല്ലാം അടച്ച് ക്ലോസ് ചെയ്ത് നേരെ നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നു. ആ നമ്മുടെ മൊമെൻറ്റോ വെക്കുന്ന സ്ഥലത്ത് ഒരുപാട് മൊമെൻറ്റോകൾക്കിടയിൽ നമ്മൾ ആ മൊമെൻറ്റോ പ്ലേസ് ചെയ്യും. അതിനുശേഷം നമ്മുടെ വീടിനുള്ളിലെ അകത്തളങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം വളരെ സന്തോഷത്തോടു കൂടി വീക്ഷിക്കും. ഇതെല്ലാം ഞാൻ ഏൺ ചെയ്തത് ഈ ബിസിനസ്സിലൂടെയാണല്ലോ എന്ന സന്തോഷത്തോടു കൂടി എല്ലാം നിറ കണ്ണുകളോട് കൂടി കാണുന്നു. അതിനുശേഷം മെല്ലെ നമ്മുടെ ബെഡിലേക്ക് ആ ഒരു ക്ഷീണം കാരണം ആ ലക്ഷറിയസ് ഹോമിലെ, ആ ലക്ഷറിയസ് ആയ റൂമിലെ ആ അടിപൊളി ബെഡിലേക്ക് മെല്ലെ നമ്മൾ വെറുതെ ഒന്ന് കിടന്ന ശേഷം ഒന്ന് കണ്ണടച്ച് നമ്മൾ ആലോചിക്കുന്നു, എൻ്റെ ലൈഫിനെ ഇങ്ങനെ മാറ്റിമറിച്ച എല്ലാവർക്കും നന്ദി. എസ്പെഷ്യലി ഈ ഒരു യൂണിവേഴ്സിന്, പ്രപഞ്ചനാഥന് നന്ദി, ടീം അംഗങ്ങൾക്ക് നന്ദി, സ്പോൺസേഴ്സിന് നന്ദി. അതേസമയം ഈ ഒരു കമ്പനിയുടെ ഫൗണ്ടർക്ക് വളരെയധികം നന്ദി. എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നു. നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന അഫർമേഷൻ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു കണ്ണടച്ചിരിക്കുന്ന സമയത്ത്. I am the best. നമുക്ക് നമ്മുടെ മനസ്സിൽ പറയാം, I am the best. I am the winner. ഞാൻ വിജയിയാണ്, ഞാൻ സന്തോഷവാനാണ്.
ഞാൻ വിജയിയാണ്, ഞാൻ വിജയിയാണ്, ഞാൻ വിജയിയാണ്. ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ സന്തോഷം എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതിന് ദൈവത്തിന് നന്ദി. ഒരുപാട് പേരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതിന് ദൈവത്തിന് നന്ദി. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഹെൽത്തും ഹാപ്പിനെസ്സും അതേപോലെ പീസ്ഫുള്ളും മനസ്സമാധാനവും കൊടുക്കാൻ എനിക്ക് സാധിച്ചതിന് നന്ദി. എല്ലാറ്റിനും നന്ദി. എല്ലാവർക്കും നന്ദി. ഈ ഒരു മൊമെൻറ്റിലേക്ക് എന്നെ എത്തിച്ച എൻ്റെ എല്ലാ സ്പോൺസേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നന്ദി, നന്ദി. മെല്ലെ നമുക്ക് നമ്മുടെ ഇരു കൈകളും ഒന്ന് മെല്ലെ കൈകൾ പൊക്കി ഒന്ന് കൂട്ടി ഉരസാം. കൈകൾ രണ്ടും കൂട്ടി നല്ല ചൂടാക്കി നമ്മൾ ഉരസുന്നു. ഉരസിയ ശേഷം മെല്ലെ കൺപോളയിലേക്ക് ഒന്ന് വെക്കുന്നു. അവിടെ ഹോൾഡ് ചെയ്യുന്നു. ആ ഒരു ചൂട് ഫീൽ ചെയ്യുന്നു. നേരെ നെറ്റിയിലേക്കും തലയിലേക്കും പെരടിയിലേക്കും മൊത്തത്തിൽ നമ്മൾ ആ കൈകളെ സ്പ്രെഡ് ചെയ്യുന്നു. നമ്മുടെ ഷോൾഡറിലേക്കും ശരീരത്തിൻ്റെ കാല് വരെയുള്ള എല്ലാ അവയവങ്ങളിലേക്കും നമ്മുടെ കൈകൾ കൊണ്ട് തലോടുന്നു. യെസ്, ഇനി നമുക്ക് നമ്മുടെ ഇരു കണ്ണുകളും ചിമ്മി ചിമ്മി തുറക്കാം. യെസ്, താങ്ക് യു. ഇത്രയും നേരം മെഡിറ്റേഷൻ, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, സബ്ലിമിനൽസ് എല്ലാം ഇതിലടങ്ങിയ ഈ ഒരു മെഡിറ്റേഷൻ കേൾക്കാനിരുന്ന നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജീവിത വിജയത്തിനായി ഈ ഒരു മെഡിറ്റേഷൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്നാശംസിക്കുന്നു. നന്ദി, നമസ്കാരം.